എന്നിട്ട് അവർക്ക് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആശയങ്ങളോട് ഇവർക്ക് ഏതെങ്കിലും രൂപത്തിൽ പ്രതിരോധിക്കാൻ പറ്റുമോ? ഇല്ല. സ്ത്രീ പീഡകന്മാരായിട്ടുള്ള, ശിശു പീഡകന്മാരായിട്ടുള്ള മദ്രസ പൊട്ടന്മാര്, മദ്രസയിലെ കാമഭ്രാന്തന്മാർക്ക് എതിരെയും ഇവർക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. ഇന്നലെ നിങ്ങളൊരു വാർത്ത കണ്ടിരുന്നോ? ഒരു ഉംറയ്ക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന ഒരു സ്ത്രീ വീട്ടില് എന്തോ വലിയൊരു പൊള്ളലേൽക്കുന്നു. ഏപ്രിൽ 7-ാം തീയതിയാണ്, തിങ്കളാഴ്ച വൈകുന്നേരം ജോധ്പൂരിലെ ഒരു ഗുലാബ് സാഗർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മിയാൻ എന്ന് പറയുന്ന ഒരു മസ്ജിദ് ഈ മദ്രസയ്ക്ക് സമീപമാണ്. ഈ മദ്രസയ്ക്ക് സമീപം ഉള്ള ഒരു വീട്ടിൽ, അതിന്റെ താഴത്തെ നില, 2 നിലയുള്ള ഒരു വീടാണ്, അതിന്റെ താഴത്തെ നിലയിലാണ് ഈ സംഭവം നടക്കുന്നത്. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പാചക സിലിണ്ടർ പൊട്ടിത്തെറിക്കുവാണ്. തീ അങ്ങനെ ആളിക്കത്തി. അടുക്കളയിലും അടുത്തുള്ള മുറിയിലും ഒക്കെ ഏതാണ്ട് തീ ഭയങ്കരമായി, കുക്കർ പൊട്ടിത്തെറിച്ചാൽ അങ്ങനെയാണ്, ഭയങ്കര, ഗ്യാസ് സിലിണ്ടർ ആണല്ലോ പൊട്ടിയത്, അപ്പൊ ഭയങ്കര ശബ്ദവും ഭയങ്കര കോലാഹലവും ഒക്കെ തന്നെയാണ്. വലിയ രൂപത്തിൽ അപകടമുണ്ടാകും. അങ്ങനെ 19 വയസ്സുകാരിയായിട്ടുള്ള സാദിയ, ഈ സാദിയയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ മെയിൻ താരവും തരംഗവും. ഈ പെൺകുട്ടി 1-ാം നിലയിലെ മുറിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു. അതിനിടയിലാണ് വീടിന് തീ പിടിക്കുന്നത്. അപ്പോൾ സാക്ഷികളുടെ മൊഴിയാണ്, ഇവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുവാണെന്ന്. സാദിയ രക്ഷാപ്രവർത്തകരെ വിവരമറിയിക്കുന്നു, മുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നു. പക്ഷേ മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള പെൺകുട്ടി മുറിക്കകത്ത് തൻ്റെ ഹിജാബ് മറന്നുപോയി. എന്നിട്ട് അത് എടുക്കുന്നതിന് വേണ്ടി തിരികെ ഓടി. ആരോടാണ് ഇവരീ പറയുന്നത്? വീട് മൊത്തവും തീ പിടിച്ചു. അപ്പോഴാണ് ഹിജാബ് മറന്നുപോയ കാര്യം ഓർത്തെടുത്തിട്ട് വീണ്ടും ആ കത്തുന്ന പെരയിലേക്ക് ഈ 19കാരി ഓടിക്കേറുവാണ് ഹിജാബ് എടുക്കാൻ. മതത്തെ വെളുപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം ഇവര് മേമ്പൊടി ചേർത്തങ്ങട് പ്രചരിപ്പിച്ചു. പക്ഷേ കത്തുന്ന വാതിലപ്പോഴേക്ക് അവളുടെ മേലെ വീണു, അതിനടിയിൽ പെട്ടു. അങ്ങനെ സാദിയയെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഗുരുതരമായി പൊള്ളലേറ്റ സാദിയ പോകുന്ന വഴിക്കങ്ങടും മരിച്ചു. 19 വയസ്സുള്ള പെൺകുട്ടിയാണ്. എന്നിട്ട് 14 മാസം പ്രായമായ ഒരു കുഞ്ഞുമ വീട്ടിനകത്ത് മരിച്ചിട്ടുണ്ട്. 14 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പൊ ഈ പെൺകുട്ടി ഉംറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുവായിരുന്നത്രേ. എന്താണ് ഇവര് പറയുന്നത്? അള്ളാഹു പെട്ടെന്ന് അവരുടെ ജീവൻ എടുത്തെന്നോ? ആണോ? ഇവര് മതത്തിന്റെ എന്തോ വലിയ പരിവേഷമായിട്ടാണ് ഈ വിഷയത്തെ എടുത്ത് പ്രചരിപ്പിക്കുന്നത്. പടച്ചോൻ അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ലായിരുന്നോ? ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുന്ന സമയത്താണ് ലിഫ്റ്റ് തകർന്നു വീണ ആളുകൾ മരിക്കുന്നത്. ജംറയിൽ കല്ലെറിയുന്ന സമയത്ത് പിശാചിനെ കല്ലെറിയാനുള്ള വ്യഗ്രതയിലാണ് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ടു മരിക്കുന്നത്. കഅബയെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിക്കുന്നത്. അറഫ സമ്മേളനത്തില് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്റെ വീടിന്റെയും പള്ളിയുടെയും, അതായത് അദ്ദേഹം പ്രസംഗിക്കുന്ന മിമ്പറിന്റെയും ഇടയ്ക്കുള്ള ഒരു ഭാഗമുണ്ട്, അതാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന, അതാണ് സ്വർഗത്തിലേക്കുള്ളത് എന്ന് പറയുന്നത്. അപ്പോ അതിനെ വലം വയ്ക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ പോലും പടച്ചവന് സാധിക്കുന്നില്ല. കഴിഞ്ഞ വർഷം അമിതമായ ചൂട് കാരണം ഹജ്ജിന്റെ ഇടയ്ക്ക് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. അവരെ ഒന്നും രക്ഷപ്പെടുത്താൻ പടച്ചവന് സാധിക്കുന്നില്ല. പടച്ചവനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, പടച്ചവനോട് ദുആ ചെയ്യാൻ, പടച്ചവനെ ആരാധിക്കുന്നതിന് വേണ്ടി മാത്രം എത്തിയതാണ് ഇവരൊക്കെ അവിടെ. അവരെ ഒന്നും രക്ഷപ്പെടുത്താനോ അവരെ ഒന്നും ലക്ഷ്യത്തിലെത്തിക്കാനോ ഈ പടച്ചവന് സാധിക്കുന്നില്ല. എന്നിട്ടാണ് വീട് മൊത്തം തീ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും മുറിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന സാദിയ അറിഞ്ഞില്ല വീട് കത്തുവാണ് എന്ന വസ്തുത. ആരോടാണ് ഈ പറയുന്നത്? ഇസ്ലാം ഇന്ന് രക്ഷപ്പെടണമെങ്കിൽ നുണകൾ പറഞ്ഞു പ്രചരിപ്പിക്കണം. സത്യസന്ധമായിട്ട് ഖുർആനും ഹദീസും പറഞ്ഞ് നിങ്ങൾ ഇസ്ലാമിനെ ഒന്ന് പഠിപ്പിച്ചു നോക്കട്ടെ.
ഇസ്ലാമിനെ നിങ്ങളൊന്ന് പ്രചരിപ്പിക്കുക, ഇസ്ലാമിനെ നിങ്ങളൊന്ന് വളർത്ത്. സത്യസന്ധമായിട്ട് പറ്റുമോ? അങ്ങനെ ഈ ഇസ്ലാം വളരുമോ? സത്യം പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ ഈ പറയുന്നത് പോലെ, പ്രചരിപ്പിക്കുന്നത് പോലെ മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പച്ചയ്ക്ക് വന്ന് മറയില്ലാതെ, ബ്രാക്കറ്റ് ഇല്ലാതെ, വ്യാഖ്യാനങ്ങളില്ലാതെ നിങ്ങൾ ഈ സമൂഹത്തെ ഒന്ന് പഠിപ്പിക്കുക. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന ആയിരക്കണക്കിന് മുസ്ലിം പുരോഹിതന്മാരുണ്ടായിരിക്കെ ഇവരാരും സത്യസന്ധമായി ഖുർആൻ കൃത്യമായി പഠിപ്പിക്കാതെ, ഹദീസുകൾ കൃത്യമായി പഠിപ്പിക്കാതെ നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് എന്നെ പോലെയുള്ള ആളുകൾ ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിക്കാൻ വർദ്ധിച്ചു വരുന്നത്. അതെ, സത്യമാണ്. ട്രൂ ഫാക്ട് പറഞ്ഞത് കറക്റ്റ് ആണ്. കമലാ സുരയ്യ പറഞ്ഞതുപോലെ ഇസ്ലാം ഒരു സാർസ് പോലെയാണ്, വൈറസ് പോലെയാണ്. വാക്സിനേഷൻ ഇല്ലാത്ത വൈറസ്. ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കുവാണ്. ഒരു ഭാഗത്ത് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഇവര് പടവലങ്ങ പോലെ ഇസ്ലാം വളരുന്നത് കണ്ടോ, പടർന്നു പന്തലിക്കുന്നത് കണ്ടോ എന്നിവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓരോ നാടുകളിലും ഇവരഴിച്ചു വിടുന്ന കലാപങ്ങൾ, പ്രക്ഷുബ്ധമായ അവസ്ഥകൾ, പ്രതിഷേധങ്ങൾ, ഇവരുയർത്തിവിടുന്ന കലാപ അന്തരീക്ഷങ്ങൾ, ആഹ്വാനങ്ങൾ, ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ ഈ മതത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അല്ല എന്ന് നിങ്ങളൊന്ന് പറ, നിങ്ങളൊന്ന് തെളിയിക്കതല്ലെന്ന്. ബംഗാളാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ശരി, കരിപ്പൂരാണെങ്കിലും മുനമ്പമാണെങ്കിലും ശരി, നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്താണ് മതം പഠിപ്പിക്കുന്നതെന്ന്. ഈ മതം മുന്നോട്ട് വെക്കുന്ന നന്മ എന്താണ് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇവര് കേറുന്നത് എവിടെയാ? എയർപോർട്ടില്, സാധാരണക്കാരന്റെ വീടുകളിൽ, പൊതുനിരത്തുകളിൽ വാഹനങ്ങൾ അടിച്ചു തകർത്തും മനുഷ്യനെ കൊന്നു കൊലവിളിച്ചും ഇവർ സമാധാനത്തിന്റെ മതം സ്ഥാപിക്കാൻ ശ്രമിക്കുക. സമാധാനത്തിന്റെ ആശയം വാളുകൊണ്ട് പടുത്തുയർത്തിയ ഈ മതത്തിൽ സമാധാനത്തിന്റെ കണിക പോലുമില്ല എന്നറിയാത്ത എത്ര പേരുണ്ട്? മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ തന്നെ ഇസ്ലാം എന്ന മതത്തിൽ സമാധാനത്തിന്റെ ഒരു തരി പോലുമില്ല എന്ന് ഞങ്ങളെ പോലെയുള്ള ആളുകൾ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതുപോലെയുള്ള പ്രക്ഷോഭകാരികളും കലാപകാരികളും തീവ്രവാദികളും വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇത് ജനങ്ങൾ പഠിക്കണം, ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. ഇത്രയും കാലവും കടിച്ചാൽ പൊട്ടാത്ത അറബി ഭാഷയായിരുന്നത് കൊണ്ട് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിനകത്തുള്ളത് എന്തോ വലിയ മതേതരത്വമാണെന്നും കനകക്കട്ടിയാണെന്നും ജനങ്ങൾ വിശ്വസിച്ചു പോയി. അതല്ല, ഇതിനകത്തുള്ളത് മതവൈരമാണ്, മതവിരോധമാണ്, അന്യമതവിരുദ്ധതകളാണ്. യുദ്ധവും കൊള്ളയും ബലാത്കാരവും കൊള്ളയടിയുമാണ് ഇതിനകത്തുള്ളത് എന്ന് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ ഈ തള്ളലുകൾക്കൊരന്ത്യമുണ്ടാകുന്നതിന് വേണ്ടി, നിങ്ങളുടെ ഈ നുണ പറഞ്ഞിട്ടുള്ള മതപ്രചാരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അങ്ങനെ